ഭാരവാഹികളും നേതാക്കളുമായ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുസ്ലിം യൂത്ത് ലീഗ് സമയോചിതമായി കേരള സർക്കാരുകളുടെ നിലപാടുകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് യൂത്ത് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ യൂത്ത് മാർച്ചിൻ്റെ ഇന്നത്തെ ദിവസത്തെ സമാപനം ഈ വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നിട്ട വഴിത്താരകളിൽ ആവേശോജ്വലമായ വരവേൽപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഐക്യവും അതിലുപരി സാമുദായികമായ ഏകീകരണവും രൂപപ്പെടുത്തിക്കൊണ്ടാണ് യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സഹകരണത്തിൻ്റെ ഭാഷ സംസാരിച്ചു കൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. വഴിയോരങ്ങളിലെല്ലാം സാമുദായിക നേതാക്കന്മാർ, സഖ്യകക്ഷികളുടെ നേതാക്കന്മാർ യാത്രയെ അഹമഹമിക മത്സരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത് കേരള സർക്കാരുകളുടെ നിലപാടുകളെ മാത്രമല്ല വിമർശിച്ചു കൊണ്ടുപോകുന്നത്, മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകീകരണം കൂടി ഈ യാത്രയുടെ സ്വാഭാവികമായ പരിണാമമായി മാറുന്നു എന്നതുകൂടി ഈ യാത്ര നൽകുന്ന വലിയൊരു സന്ദേശമാണ്. എങ്ങനെ തകർക്കാനും അടർത്തി മാറ്റാനും ആരൊക്കെ ശ്രമിച്ചാലും പഴയ കാലങ്ങളിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായ സാമുദായികപരമായ ഒരു സമവാക്യം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് കുടുംബവും മുസ്ലിം സമൂഹത്തിന് നൽകിയ നേതൃത്വപരമായ പങ്കിനെ അതിശക്തമായി അരക്കിട്ടുറപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് സജ്ജമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ടാണ് ഓരോ വഴിത്താരയിലെയും സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നത്. ആ രംഗത്ത് ഇത്തരം യാത്രയ്ക്ക് വേണ്ടി സമയോചിതമായി മുന്നോട്ട് വന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തെ, മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ, മറ്റു ജില്ലാ കമ്മിറ്റികളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ അഭിനന്ദിക്കുവാനും വേണ്ടി ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ യാത്രയിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തെ സ്വാഭാവികമായി കൊണ്ട് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ഫിറോസിനെ പോലുള്ളവർ വിലയിരുത്തുമെന്നതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു ആശയധാരയുടെ ഭാഗമായിക്കൊണ്ട് ഒരുപക്ഷെ യൂത്ത് ലീഗ് ഈ മാർച്ച് മുന്നോട്ട് വെച്ചപ്പോൾ ഉയർന്നു വരാതെ സ്വാഭാവികമായി വഴിയെ കടന്നു വന്ന വലിയൊരു സന്ദേശമുണ്ട്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ കൃത്യമായി അളന്നിട്ട വാക്കുകളെ കൊണ്ടത് പറയുകയുണ്ടായി. യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ആളുകളായി രംഗത്ത് വന്ന കമ്മ്യൂണിസം സമുദായത്തെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ മുമ്പിൽ വലിയ തോതിലുള്ള ധ്രുവീകരണങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്താൻ മതസഹിത സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ രംഗത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളോളം നമ്മുടെ കേരളത്തിൽ ചർച്ച വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മെനിയാന്ന് വീണ്ടും ചിലർ അവരവരുടെ ഹിഡൻ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അരിയും തന്ന് ആശാരിച്ചയും കടിച്ച് വീണ്ടും പട്ടി മുന്നോട്ട് എന്ന മട്ടിലാണ് CPM മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ മതത്തെയും മതമൂല്യങ്ങളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും കാത്തുരക്ഷിക്കാൻ
ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും തയ്യാറാണ് എന്നതുകൂടി അറിയിക്കുകയാണ് ഈ യാത്ര. സമസ്തയെ പോലുള്ള മതസംഘടനകൾ, കേരള നദ്വത്തുൽ മുജാഹിദീനെ പോലെയുള്ള കേരളത്തിലെ മതസംഘടനകൾ മതപരമായ പ്രൊട്ടക്ഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം എന്നതുപോലെ തന്നെ രാഷ്ട്രീയപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും കേഡർ സംവിധാനം എന്ന നാട്യേനയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് മാല ചാർത്തി അന്യർക്ക് വിട്ടുകൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ രാഷ്ട്രീയപരമായി കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എന്നറിയിക്കുക കൂടിയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പരിധിയുണ്ട്. വർഗരാഷ്ട്രീയത്തിൻ്റെ പരിധിയാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ പരിധിയാണെങ്കിലും മതേതരത്വത്തിൻ്റെ പരിധിയാണെങ്കിലും അതിലപ്പുറം പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി മതം മാറ്റം നടത്താനോ അല്ലെങ്കിൽ മതം നിലനിർത്തിക്കൊണ്ട് മിശ്ര വിവാഹം നടത്തി പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനാണോ നിങ്ങളുടെ ശ്രമമെങ്കിൽ 10,000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതമൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് എന്നും സജ്ജമാണ് എന്നുകൂടി അറിയിക്കുന്നതാണ്. മഹാന CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞത്, ഭരണപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മന്ദമാരുതനാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് കൊടുങ്കാറ്റാണ്. അതുകൊണ്ട് തന്നെ മതേതരപരമായ ജനാധിപത്യപരമായ രാഷ്ട്രീയപരമായ എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഇടപെടുന്ന പോലെ മതപരമായ കാര്യം, സാമുദായികപരമായ പ്രശ്നം അതുതന്നെയാണ് പാണക്കാട് കുടുംബം പഠിപ്പിക്കുന്ന ബാഫക്തങ്ങൾ പഠിപ്പിച്ച മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മുസ്ലിം ലീഗിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ഈ വിനീതൻ ഞാൻ പ്രതിനിധീകരിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു വേദിയിൽ മഹല്ല് ജമാഅത്തുകളോട് പറയേണ്ട ഒരു കാര്യം പറയേണ്ട പോലെ പറഞ്ഞപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചപ്പിരാന്ത് പോലെ നിക്കക്കള്ളിയില്ലാതെ പലതും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു, അത് ഏതോ പോയത്തക്കാരൻ പറഞ്ഞതാണ്, മൈൻഡ് ചെയ്യേണ്ട, പരിഗണിക്കേണ്ട. അയാളുടെ വാക്ക് മണിക്കൂറുകൾ മാറും മുമ്പേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കല്ല, മറുപടി സാക്ഷാൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആസിഫിനുള്ള മറുപടിയാണ്. ആ മറുപടി മറ്റൊന്നുമല്ല, ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്, പ്രതിഷേധം പരിഗണിക്കണം എന്നു തന്നെയാണ് പറഞ്ഞു വെച്ചത്, പറയാതെ പറഞ്ഞത്. കേരള സർക്കാർ അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസർ ഫൈസിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ജയരാജൻ പറയാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട് ഒരു ചെറിയ വാക്കാണെങ്കിലും എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഭീഷണികളുണ്ടാവാം, പല സ്ഥലത്ത് വെച്ചുകൊണ്ടും കാണാമെന്ന് പറയുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നവരല്ല ഞങ്ങളിത് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ആശയം പറയാൻ ഞങ്ങൾ ആരുടെയും മുമ്പിൽ ഒരാളുടെയും അധികാരത്തിൻ്റെയും രാഷ്ട്രീയപരമായ സംഘബലത്തിൻ്റെയും പിന്നിൽ അത് കണ്ട് ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ആരും തന്നെ. ഒരവസരം വരുമ്പോൾ ആ ഏതവസരത്തിലാണെങ്കിലും മതം കൃത്യതയോടെ പറയാൻ ഞങ്ങൾക്കറിയാം. ഏതടിസ്ഥാനത്തിലാണ്, ഏത് വർഗരാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, ഏത് തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് മിശ്ര വിവാഹത്തെ നിങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുക? മിനിയാന്ന് മയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് പാലക്കാട്ടുള്ള ഒരു പെൺകുട്ടിയെ വശീകരിച്ച് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മയ്യന്നൂരിൽ വെച്ചുകൊണ്ട് മാല ചാർത്തി അവർക്ക് അവസരം കൊടുത്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ്. പാർട്ടി ഓഫീസിൽ ഇതിന് അവസരം കൊടുക്കുന്നതും ഇതിൻ്റെ പേരിൽ ഇൻകുലാബ് വിളിച്ചുകൊണ്ട് അവരെ പിന്തുണക്കുന്നതും എന്തിനാ? കല്യാണ സദസ്സിൽ രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? രണ്ട് കമിതാക്കളുടെ യോജിപ്പാണെങ്കിൽ, വൈവാഹിക ബന്ധം നടത്തി ഒരു പൊതുജീവൻ ആരംഭിച്ചതിൻ്റെ സന്തോഷ പ്രകടനമാണെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ DYFIക്കാരൻ മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി വരുന്നവർ കമിതാക്കൾ സ്നേഹം നടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടോ വിവാഹം നടത്തുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി സഖാക്കൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിം പേരുള്ള പെൺകുട്ടി
അമുസ്ലിം പേരുള്ള മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയോ തട്ടിക്കൊണ്ടുപോയോ മാല ചാർത്തിയാൽ അത് ആഹ്ലാദിക്കുന്ന, അത് സന്തോഷിക്കുന്ന, പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, പാർട്ടിയുടെ ഓഫീസിൽ അവസരം കൊടുക്കുന്ന നിലപാട് അത് മതത്തോടുള്ള വിമുഖതയാണ്, മതത്തോടുള്ള വെല്ലുവിളിയാണ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിൻ്റെ ആവശ്യമില്ല. മിശ്ര വിവാഹം ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് കാണുന്നത്? മതമുള്ളവർ വിവാഹം കഴിക്കുന്നതിനെ അംഗീകരിക്കാതെ, മതസഹിത സമൂഹത്തിന്റെ വിവാഹങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ, മതരാഹിത്യത്തിന്റെയും മിശ്ര വിവാഹത്തിന്റെയും പിന്നാലെ പോകുന്നതിന് ഏതടിസ്ഥാനത്തിലാണ്? ഇത് ഞങ്ങൾ പറയുമ്പോൾ കേവലം ഒരു പെൺകുട്ടികളും ആൺകുട്ടിയും തമ്മിൽ സ്നേഹിച്ച് പ്രേമം നടിച്ച് ഇറങ്ങി വരുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ തിരിച്ചറിയാതെയല്ല. 18 വയസ്സുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ട നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. പക്ഷേ ആ അനുമതിയുടെ അപ്പുറം നിങ്ങൾക്ക് ഇത്തരം മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർക്ക് സകലമാന സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കാത്തുരക്ഷിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം ഞങ്ങളുടെ മതവിശ്വാസികളോട് കൊടുക്കാൻ ഒരുത്തൻ്റെയും ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരുത്തൻ്റെ തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ AKG സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ? DYFIയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളിൽ പഠിപ്പിക്കാൻ? അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ചിലർ പറയുന്നത്, നിങ്ങൾ എന്തിനാ മഹലിൽ എന്ത് പറയണം ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ മഹൽ ജമാഅത്തുകൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു ദുഷ്ടലാക്ക് കേരളത്തിലെ CPM-നും DYFIക്കും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേക്ക് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ. ഞങ്ങൾ പറയും, മതബോധമുള്ളവരെ മതബോധത്തോടെ വളർത്താൻ, മതനിഷ്ഠയിൽ വളർത്താൻ, അത് പറയാൻ ഞങ്ങൾ ചങ്കുറപ്പോടുകൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. SFIയെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകൾ നൽകുന്ന സന്ദേശം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ SFI പമ്പെ പരാജയപ്പെട്ട് KSUവും മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനും MSFും വമ്പിച്ച വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ SFI കാണിക്കുന്ന മതരാഹിത്യത്തിനും ലിംഗസമത്വത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന പേക്കൂത്തുകൾക്കുള്ള മറുപടിയാണെങ്കിൽ, ഇതാണ് തുടരാൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ബഹുമാനപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്ന വിഷയം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഞാൻ വിടവാങ്ങും. മിശ്ര വിവാഹം DYFI നടത്തി കൊടുക്കുകയും CPM പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നത് SFIയിൽ കൊണ്ട് പഠിച്ചിട്ടുള്ള, SFIയിൽ കൊണ്ട് വളർന്നു വരുന്ന തലമുറക്കുള്ള നിലപാടാണ് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ക്യാമ്പസിലേക്ക് ചെല്ലുന്ന വിദ്യാർത്ഥിയെ ഇന്ന് വരവേൽക്കുന്നത് ഉടുമുണ്ടടിച്ചൊരു മുടിനാരിഴ പോലും ശരീരത്തിലില്ലാത്ത സ്ത്രീ പുരുഷന്മാർ ആലിംഗനം നടത്തുന്ന ചിത്രത്തെ വരച്ച് കാണിച്ചുകൊണ്ടാണ്. മൈ ബോഡീസ് മൈ ചോയ്സ് എന്ന് പറയുന്ന സന്ദേശം SFI ക്യാമ്പസിലൂടെ അത് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അത് കാണുന്ന വിദ്യാർത്ഥിയോട് അടിക്കുറിപ്പിൽ ചോദിക്കുന്നു, നീ തുറിച്ചു നോക്കേണ്ട, നീ ഉണ്ടായത് ഇങ്ങനെയാണ്. സെക്സിനെ സാമാന്യവൽക്കരിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം ക്യാമ്പസിൻ്റെ അകത്ത്, LGBTQIയുടെ പുതിയ ഒരു അന്തർധാര അല്ലെങ്കിൽ പുതിയൊരു ആശയധാര, കുട്ടികളെ വശീകരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പോലും എഴുതി തള്ളപ്പെട്ട ഒരു അന്ധവിശ്വാസം SFI ക്യാമ്പസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആൺകുട്ടികളും തമ്മിൽ ഇടചേരാൻ പ്രേരിപ്പിക്കുന്നു. ഗേസും ലെസ്ബിയൻസും ട്രാൻസ്ജെൻഡേഴ്സും ഇന്റർസെക്സും ബൈസെക്ഷലും തുടങ്ങിയ മൃഗങ്ങളുമായി കൊണ്ടുപോലും രതി നടത്താൻ, ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്ന രാഷ്ട്രീയം. ആ നിലപാടിൽ കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിച്ചെടുക്കുന്നവർ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അവസരത്തിൽ നമ്മൾ കണ്ടു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും അവരുടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ടാബ്ലോകളിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ നമ്മൾ അറിഞ്ഞു. ഞാനതൊക്കെ വിശദമായി പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അങ്ങനെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് SFI ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയമാണ് മതരഹിത സമൂഹത്തെ പ്രത്യുത്പാദിപ്പിക്കാൻ വേണ്ടി
മതവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിന് ഇടപെടലില്ല ഞങ്ങളുടെ ചോയ്സിൽ. മതത്തിന് ഒരു നിലക്കും ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നെ സംബന്ധിച്ചുകൊണ്ട് ഇടപെടാൻ അധികാരമില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ പാർട്ടി ഓഫീസിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാനുമാണ് ഇന്ന് CPM-ന്റെ പല മേഖലയും. ഈ CPM-ന്റെ മാത്രമായില്ല. ഞങ്ങൾ പല ആളുകളും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത്, മുസ്ലിം ലീഗുകാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത്, ജനതാദളുകാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത്, അല്ലെങ്കിൽ മറ്റു മതക്കാരുടെയും മതരഹിതരുടെയും മിശ്ര വിവാഹത്തെ എതിർക്കാത്തത്? ഞങ്ങൾ ഒരാളുടെയും മിശ്ര വിവാഹത്തെ അല്ല, അത്തരം മിശ്ര വിവാഹങ്ങൾ അത്തരം മതരഹിതപരമായ സമീപനം കൊണ്ട് നടക്കുന്നതിന് പാർട്ടി ലേബലുകളിൽ കടന്നു വരുന്നതിനെ ഞങ്ങൾ വിമർശിക്കുന്നു. അതിനെ ഞങ്ങൾ വിമർശിക്കുന്നത്. ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മതത്തെ നിലനിർത്തുന്ന വ്യാജേന മിശ്ര സങ്കര സംസ്കാരങ്ങളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിന് പാർട്ടി പിന്തുണ കൊടുത്താൽ അത് വിമർശിക്കപ്പെടും. പാർട്ടി അതിന് തയ്യാറായാൽ വിമർശിക്കപ്പെടും. നിങ്ങൾക്ക് എന്ത് വൃത്തികേടും പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് നടത്താം, ഞങ്ങളത് മഹലിൽ പറഞ്ഞുകൂടാ എന്നാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നെ സൂചിപ്പിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ തീരുമാനം മതം പ്രബോധനം നടത്താനാണ്. നിങ്ങളെല്ലാം ഒരുങ്ങി വന്നുകൊണ്ട് മതപ്രബോധനത്തെ ഗവൺമെൻറ് തടയാമെന്നോ അല്ലെങ്കിൽ മതപ്രബോധകരെ നിങ്ങൾ കൈകാര്യം ചെയ്യാമെന്നോ ആണോ തീരുമാനമെങ്കിൽ മഹല്ല് ജമാഅത്തുകൾ എന്തായിരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മതങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി പറയാൻ, ഏതറ്റം വരെയും മിശ്ര വിവാഹത്തെ എതിർക്കാൻ, ഏതറ്റം വരെയും സങ്കര സംസ്കാരം കൊണ്ടുവരുന്ന രീതി എതിർക്കാൻ, ഏതറ്റം വരെയും മതത്തെ നിലനിർത്താൻ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ യാത്രയിൽ ഇന്നത്തെ വേദിയിൽ വെച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യവും ഒരു സഹയാത്രികൻ എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.